തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷനിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഏതായാലും വനംവകുപ്പ് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇവിടെ നിലയുറപ്പിക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വെടിയൊച്ച വെച്ച് ആനയെ ഓടിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്ക സംവിധാനങ്ങളുമായാണ് ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ ചേലൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ചേലൂർ എന്ന സ്ഥലം മണ്ണുണ്ടിയിലേക്ക് വരുന്ന പ്രദേശമാണ്. അതായത് പാവലിയിൽ നിന്നും മണ്ണുണ്ടിയിലേക്ക് എത്തുന്ന ഈ കാട്ടുകുളം ഭാഗത്തു നിന്നും മണ്ണുണ്ടി കോളനി പരിസരത്തേക്ക് എത്തുന്ന പ്രദേശം ആണ്. ആ വരുന്ന വഴിയിലാണ് ചേലൂർ എന്ന സ്ഥലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ചേലൂരിലേക്കാണ് കുങ്കിയാനകൾ എത്തുന്നതെങ്കിൽ തീർച്ചയായും മണ്ണുണ്ടി ഭാഗത്ത് ഈ ആന ഉണ്ട് എന്ന വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അങ്ങനെ ചേലൂർ ഭാഗത്തേക്ക് കുങ്കിയാനകളെ കൊണ്ടുവരുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വനാതിർത്തിയാണ് ഈ പറയുന്ന മണ്ണുണ്ടി കോളനി. അതിനു ചുറ്റും വനമാണ്. കേരള ഫോറസ്റ്റാണ്, തൊട്ടപ്പുറത്തേക്ക് കർണാടക ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ആന ഉണ്ട് എന്നതാണ് വനംവകുപ്പിന് കിട്ടിയിരിക്കുന്ന വിവരം. പക്ഷെ കൃത്യമായി എവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതേസമയം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഏത് സമയവും ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനൊക്കെ തയ്യാറായി കൂടുതൽ ഉദ്യോഗസ്ഥർ കേരള വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനവാസ മേഖലയാണ്. 42 വീടുകളുള്ള ഒരു കോളനിയാണ് മണ്ണുണ്ടി കോളനി. ആ കോളനി പരിസരത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാവലി മേഖലയാണ്, കർണാടകത്തോട് അതിർത്തി പങ്കിടുന്ന മേഖലയുമാണ്. പക്ഷേ ഇപ്പോഴും ഈ ആന കാട് കയറി പോയിട്ടില്ല. ഈ പരിസരത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ മരണം സംഭവിച്ച ഈ ആന കുത്തിക്കൊന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഇവിടേക്ക് ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. 8 കിലോമീറ്റർ ദൂരം ആന ഇന്നലെ രാത്രി സഞ്ചരിച്ചാണ് ഈ പരിസരം, ഈ വനമേഖലയോട് ചേർന്ന പരിസരത്തേക്ക് ആന ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഓപ്പറേഷനിലേക്ക് പോകുന്നെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കുങ്കിയാനകൾ ചേലൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ അടുത്താണ് മണ്ണുണ്ടി കോളനി പരിസരമുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷനിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കോളനി ഭാഗത്ത് തന്നെയാണ് ആന ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരിസരത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. പക്ഷേ ആന സ്ഥിരമായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുള്ളൊരു മേഖല കൂടിയാണ്. നാട്ടുകാർ തന്നെ അക്കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവർ ആനയുടെ ഒച്ച കേട്ടിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ ആന ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ പരിസരത്ത് എവിടെയാണ് എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഈ പറയുന്ന മയക്കുവെടി വെച്ചുള്ള ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണോ എന്നടക്കം വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ആന എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം മയക്കുവെടി വെച്ച് ഓപ്പറേഷൻ നടത്താൻ പറ്റിയ സ്ഥലം ആണോ എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഓപ്പറേഷൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ആനയെ അത്തരമൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനാണ് ഈ വെടിവെച്ച് വെച്ച് ആനയെ ഓടിക്കാനൊക്കെയുള്ള ആളുകൾ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പരമാവധി നിരീക്ഷിച്ചതിന് ശേഷം ആനയെ കൃത്യമായൊരു സ്ഥലത്തേക്ക് എത്തിച്ച് അനുയോജ്യമായൊരു സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം മാത്രമായിരിക്കും ഈ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമാവധി ആനയെ നിരീക്ഷിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്ന് വനമേഖലയോടും ചേർന്നൊരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏറെ നേരമായി ആന അവിടെയുണ്ട് എന്നതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിൽ ആന നീങ്ങുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, ഇന്നലെ ഉണ്ടായ സ്ഥലത്ത് നിന്നും 8 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ആനയുള്ളത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സജ്ജമായിട്ടുണ്ട്. കുങ്കി ആനകൾ എത്തിയിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നു. പക്ഷേ ഈ മേഖലയിൽ അതായത് മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണോ, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കുക. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആനയെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളുമായാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും 42 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനി പരിസരത്താണ് ഇപ്പോൾ ഈ ആനയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയുണ്ട്. പക്ഷേ അവർ പറയുന്നത് സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ ആന വരുന്നതാണ്. പക്ഷേ അതൊന്നും അക്രമകാരികളായിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ആ ദൃശ്യം ഇവിടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആന ഈ പരിസരത്തുണ്ടെങ്കിൽ തീർച്ചയായും അത് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നവർ സംശയിക്കുന്നു. അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക, ഈ ആന ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ആശങ്കയുണ്ട്. തൊഴിലുറപ്പ് തൊഴിലൊക്കെ പോകുന്ന ആളുകളൊക്കെ തന്നെയാണ്.